ഹായ് ഗൈസ്, നമ്മളിന്ന് ഒരു ചെറിയ റിസോർട്ട് കാണാൻ പോവുകയാണ്. കാരണം നമ്മൾ സിനിമാ ഗ്രാമത്തിൻ്റെ കൂട്ടായ്മയിൽ ഇന്ന് റിസോർട്ടിൽ ഒരു ചെറിയ പരിപാടിയെല്ലാം ഉണ്ട്. അപ്പം എല്ലാവരും ഇവിടെ കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒന്നിച്ച് ആദ്യം വന്നു, പിന്നെ നമ്മളെ അഡ്മിൻ വന്നിപ്പം പോയിട്ടുണ്ട്, ഇപ്പം വരും. അപ്പം നമുക്ക് റിസോർട്ട് എങ്ങനെയാണെന്ന് കാണാം. കാരണം നമ്മൾ ചീമേനിയിലെ റിസോർട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നമസ്കാരം. എന്നാൽ നമുക്ക് ഗേറ്റിൻ്റെ അടുക്കുന്ന തന്നെ തുടങ്ങാം. നേരെ കാണുന്ന അതാണ് റിസോർട്ട്. വലിയൊരു സംഭവം അല്ലെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ റിസോർട്ട്. നമ്മുടെ ചീമേനിക്ക് അടുത്ത് തന്നെയല്ലേ. നമ്മുടെ ചീമേനിൽ നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററേ ഉള്ളൂ ഇവിടത്തേക്കുള്ള ദൂരം. നല്ല അമ്പലത്തിൻ്റെ മോഡലാക്കിയതാണ്. പിന്നെ ഈ സ്ഥലത്ത് വലിയൊരു കല്യാണ മണ്ഡപം പോലെ വരുന്നുണ്ട്. അപ്പം അതും ഇനിയിപ്പം കെട്ടലൊക്കെ നടക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ മുറ്റാണ്, നല്ല വിശാലമായ മുറ്റാണ്. പിന്നെ ഈ കാണുന്നത് വലിയ മരത്തിൻ്റെ മുകളിൽ 2 റൂമുണ്ട്. മുകളിലൊരു റൂം, അടിയിലൊരു റൂം. അങ്ങനെയുണ്ട്. അടിപൊളി കാഴ്ചയല്ലേ. അതെ, മഴക്കാലത്ത് ഇതിൻ്റെ മുകളിലേക്കെല്ലാം പോകണമെന്ന് നോക്കണുണ്ട്. കുറച്ച് വഴുതാനും ചാൻസ് ഉണ്ട്. നല്ല അടിപൊളിയാണ്. അങ്ങനത്തെ അല്ല, ഞാൻ ഒരു സാധാരണ സ്റ്റെപ്പ് പോലെയാണ്. പിന്നെ അങ്ങ് കാണുന്നത് ഒരു ചെറിയ റിസോർട്ടാണ്. അവിടെ ഇപ്പം കഥ എഴുതുന്നവരെല്ലാം വന്ന് അവിടെ കഥ എഴുതും. നമ്മളെ കുഞ്ചാക്കോ ബോബനെല്ലാം അവിടെ കുറേ ദിവസം താമസിച്ചിരുന്നു. ഇവിടെ അധികം സിനിമക്കാരാണ് ഇപ്പം ഇതൊക്കെ റെൻറ്റിനെല്ലാം എടുക്കൽ. പക്ഷെ നമ്മൾ നാട്ടുകാർ റെൻറ്റിനെടുക്കും വളരെ കുറവാണ്. പക്ഷെ നാട്ടുകാർ റെൻറ്റിനെടുക്കുമ്പോൾ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഇവിടുന്ന് കുറച്ച് തരും അവർ. സിനിമക്കാരോട് എടുക്കും പോലെ നാട്ടുകാരോട് പൈസ എടുക്കൂല, അത് പേടിക്കണ്ട. അപ്പം നാട്ടുകാർക്കെല്ലാം ഒന്ന് ഇവിടെ താമസിക്കണം, ഇവിടെ വന്നൊന്ന് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടേക്ക് വരാം. പിന്നെ നമ്മൾ രാജീവേട്ടൻ മുമ്പിലേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ്. രാജീവേട്ടനെ തുറന്നിട്ട് എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറണം. പിന്നെ ഇതൊക്കെ നല്ല പച്ചപ്പിന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇവിടേക്കെല്ലാം ഇവിടെ നല്ല ചെടികളെല്ലാം ഉണ്ട്. പൂ പിടിക്കുമെന്നറിയില്ല, ഇതുവരെക്കും പിടിച്ചിട്ടില്ല. അടിപൊളി ചെടിയാണ്, നിരനിരയായി വെച്ചിട്ട് നല്ല കാഴ്ച തന്നെ അത്. പിന്നെ ആ മുമ്പിൽ കാണുന്നത് പക്ഷികളുടെ സ്ഥലമാണ്. അവിടെ വ്യത്യസ്തമായ പക്ഷികളുണ്ട്. അതായത് നമുക്ക് കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ കുട്ടികളെല്ലാം അവിടെ പോയിട്ട് എൻജോയ് ചെയ്തോളും. ഒരുപാട് പക്ഷികളുണ്ട് അവിടെ. അതിൻ്റെ ശബ്ദമെല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ശബ്ദം ഞാൻ കളഞ്ഞു. പിന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. അപ്പം രാജീവേട്ടൻ എങ്ങനെയെങ്കിലും അതൊന്ന് തുറന്ന് കാണണം. അപ്പോൾ രാജീവേട്ടൻ പറഞ്ഞു വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ ലൈറ്റെല്ലാം രാത്രി കത്തുണ്ട. രാത്രി നല്ലൊരു വൈബാണ്. ഇപ്പോൾ രാജുവേട്ടൻ്റെ കൂടെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുമ്പം ആദ്യം തുടങ്ങുമ്പം തന്നെ ഇവിടെ ഒരു നല്ലൊരു ഗ്ലാസ്സാണ്. പിന്നെ ഇതാ നല്ലൊരു കാഴ്ചയുണ്ട്. അതിസുന്ദരിയായ ഒരു സ്ത്രീ മേൽവസ്ത്രമില്ലാതെ അവിടെ കിടക്കുന്ന പ്രതിമയാണ് കേട്ടോ. നല്ല കാഴ്ചയാണ്. എന്നാലും അത് ഇതിൽ കാണും പോലെയല്ല, നല്ല കാഴ്ചയാണ്, അടിപൊളി. അവിടെ ഒരു പാമ്പുണ്ട്. പിന്നെ നല്ല സ്വിമ്മിങ് പൂളുണ്ട്. എൻജോയ് ചെയ്ത് ഇതിൽ കുളിച്ച് മതിച്ച് ഉറങ്ങി ഇവിടുന്ന് പോകാം. ഓക്കെ, എങ്ങനെയുണ്ട് വൈബ്? അടിപൊളിയല്ലേ? എൻ്റെ ക്യാമറയല്ല കേട്ടോ, എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത സാധനമാണ് ഇത്. അപ്പോൾ ഫോണിൽ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ഇത് പകർത്തിയത്. അപ്പം സെൽഫി സ്റ്റിക്ക് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. ക്യാമറ എടുത്തിട്ടുണ്ടായിട്ടില്ല. ആ കാണുന്നില്ല, അതിനപ്പുറം ഒരു റൂമുണ്ട് കേട്ടോ. ആ റൂമിൽ ഉറങ്ങിയിട്ട് അവിടെ നിന്ന് ചാടിയിട്ട് കുളിക്കലും ചെയ്യാം. പിന്നെന്ന് പറയുമ്പോൾ സൈഡിൽ നോക്കിയാൽ പോകണ്ടേ, നല്ല പാലം പോലെയല്ലേ. ഓക്കെ, അവിടേക്ക് പിന്നെ കൊണ്ടുപോവാം. ഏതായാലും ഇങ്ങോട്ട് പോയിട്ട്
ഇതാ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. 10-25 ആൾ, നമ്മൾ 25 ആളാണ് പോയത് കേട്ടോ. ഇവിടെ 10-25 ആൾ വന്ന് ഇവിടെ ഇരുന്നിട്ട് ഫംഗ്ഷനെല്ലാം ചെയ്ത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് ഇതിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഗുഹയിലേക്ക് പോകുമ്പോൾ പോലെ ഇല്ലേ, അടിപൊളിയാണ്. ഇവിടെ ഫ്രിഡ്ജ് വേണമെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണമെല്ലാം പാകം ചെയ്യാൻ വേണ്ടി ഇവിടെ നല്ലൊരു കിച്ചൺ ഉണ്ട് കേട്ടോ. വലിയ വലിപ്പമൊന്നും കിച്ചണില്ല, എന്നാലും 10-50 ആൾക്ക് ഭക്ഷണം ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അവിടുന്ന് പുറത്തേക്ക് സ്ഥലം മാത്രമേ ഉള്ളൂ, ഒന്നും കാണാനില്ല. ഇവിടുന്ന് പോയാൽ ഇതാ ഇപ്പുറം കടക്കലുണ്ട് വെച്ചിട്ട്, നിങ്ങൾക്ക് കൂടുതൽ ആളുണ്ടെങ്കിൽ കടക്കലെടുത്ത് കിടക്കാം. പിന്നെ ഇവിടെ ഒരു ചെറിയ ഹാളുണ്ട്. ഇവിടെ കുട്ടികൾക്കെല്ലാം വേണമെങ്കിൽ കിടക്കാം, വലിയവർക്ക് വേണമെങ്കിൽ കിടക്കാം. കിടക്കലുണ്ട് എക്സ്ട്രാ ഇഷ്ടം പോലെ. പിന്നെ ഇതൊരു വലിയ റൂമാണ്. ഇവിടെ നല്ല കപ്പിൾസിന് പറ്റിയ ബെഡ്റൂമാണ്. നല്ല ഇവിടുന്ന് പുറത്തേക്കില്ല വൈബ്. ആ നമ്മൾ കണ്ട സ്ത്രീയുടെ പിറകുവശമാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി കട്ടില്. അത് ബാത്റൂമാണ്, അത് വിട്ടേ. നല്ല ബാത്റൂമെല്ലാം ഉണ്ട് കേട്ടോ, അതിനെ കാണിക്കുന്നില്ല. ബാത്റൂം എന്തായാലും ബാത്റൂം അല്ലേ. അപ്പം നമ്മൾ വീണ്ടും മറ്റേ വശത്തേക്ക് പോകുകയെന്ന്. മറ്റേ വശം അങ്ങനെ ഒന്ന് കാണും. ഗ്ലാസ് പൊട്ടൊന്നും ചെയ്യില്ല, അതിലേ നടക്കാം കേട്ടോ. ഇതാ അയ്യോ, നമ്മൾ കാശ്മീരിലെ നടപ്പാത പോലെയില്ലേ. ആ ഇല വാടുന്നൊന്നും പറഞ്ഞ് പേടിക്കണ്ട, അതെല്ലാം ഉണ്ടാക്കി വെച്ച ഇലയാണ്, പ്ലാസ്റ്റിക്കിൻ്റെത്. ഇവിടെ ഇങ്ങനെ പോയാൽ ഇതാ ഈ കിടക്കുന്ന പെരുമ്പാമ്പില്ലേ, ആളെ കൊത്തൊന്നും ചെയ്യില്ല. അത് തിരിച്ചാൽ വായിന്ന് വെള്ളം ചീറ്റും. അങ്ങനെയുണ്ട്. പെരുമ്പാമ്പിന് തിന്നാൻ പറ്റാത്ത ഒരു തവളയുണ്ട് അവിടെ. നല്ല കൊമ്പൻ, നമ്മളെ മോഹൻലാലിൻ്റെ തുടരിൻ്റെ സീന് പോലെയില്ലേ, അടിപൊളി. ഇവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരു നല്ല ബെഡ്റൂം ഇവിടെയും ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഉറങ്ങുക. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വീഡിയോ കണ്ട് ഇഷ്ടമായാലൊന്ന് ഇത് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബാണ് നമുക്ക് ഇത് നല്ല പ്രചോദനം നൽകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ നാട്ടിലുള്ള കാഴ്ചകൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, തൽക്കാലം ബൈ.